Difference between human language and animal communication system. Discuss the characteristics or features of language. എന്നീ ക്വസ്റ്റ്യൻസിന് നമുക്ക് എഴുതാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനും എഴുതാനും പറ്റുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ സ്ട്രക്ചേർഡായ തനതായ ഒരു ഘടനയുള്ള ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് മനുഷ്യർക്ക്. ഇതൊരു കേവലം ഒരുപാട് വാക്കുകളുടെ ശേഖരണമല്ല, മറിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് സിമ്പിൾസ് ആണ്. ഒരുപാട് റൂൾസ് ഒക്കെ ഗവേൺ ചെയ്യുന്ന ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്സായ ഫെർഡിനാൻഡ് സാഷ്വർ, ചാൾസ് ഹോക്കറ്റ് തുടങ്ങിയവർ വളരെ സയൻറ്റിഫിക്കലായിട്ട് നമ്മുടെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ സെവറൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരുടെ ലാംഗ്വേജും ആനിമൽസിൻ്റെ ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. പ്രധാനമായും 10 ഫീച്ചേഴ്സാണ് പറയുന്നത്. വളരെ ലളിതമായി തന്നെ നമുക്കത് തുടങ്ങാം. ഒന്നാമത്തെ പോയിന്റ്, ലാംഗ്വേജ് ഈസ് ആർബിട്രറി. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വേർഡും ആ ഓബ്ജക്റ്റും തമ്മിൽ നാച്ചുറലായിട്ട് ഒരു ബന്ധവുമില്ല എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് ട്രീ ഇൻ ഇംഗ്ലീഷ്, ആർബ്രേ ഇൻ ഫ്രഞ്ച്. ഫ്രഞ്ചിൽ ആർബ്രേ എന്നാണ് പറയുന്നത്, വൃക്ഷം എന്ന് സാൻസ്ക്രിറ്റിൽ പറയും. ഒരു ട്രീയുടെ ഇമേജ് വെച്ച് നോക്കിയാൽ ആ ഇമേജുമായി ഒരു ബന്ധവുമില്ലാത്ത പേരാണ് ആ ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്നത്. പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും അതിനുപയോഗിക്കുന്ന സൗണ്ട്സ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ലാംഗ്വേജ് ഒരു നാച്ചുറൽ റിസംബ്ലൻസിൻ്റെയും പുറത്തല്ല ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എന്നാണ്. സാഷർ ഈ ഒരു കാര്യത്തെ 2 കോൺസെപ്റ്റിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഈ സിഗ്നിഫയറിൻ്റെയും സിഗ്നിഫൈഡിൻ്റെയും റിലേഷൻഷിപ്പ് അത് തന്നെയാണ് ആർബിട്രറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ലാംഗ്വേജ് ഈസ് വോക്കൽ, പ്രൈമർലി സ്പീച്ച് ബേസ്ഡ് ആണ്. മനുഷ്യർ ആദ്യം പഠിക്കുന്നത് സംസാരിക്കാനാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ സിസ്റ്റം ഓഫ് വോക്കൽ സിമ്പിൾസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം വരുന്നത് സംസാരമാണ്. ഈ സ്പീച്ചിൻ്റെ ഒരു അവതരണം മാത്രമാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾ സംസാരിക്കാൻ നാച്ചുറലി പഠിക്കും, അവരെഴുതാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് കൺസിഡർ ചെയ്യുന്നത് റൈറ്റിങ്ങിനേക്കാളും സ്പീച്ചിനെയാണ്. മൂന്നാമത്തെ പോയിന്റ്, ലാംഗ്വേജ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് റൂൾ ഗവേൺഡ്. ലാംഗ്വേജ് റാൻഡമായിട്ട് വരുന്ന ഒന്നല്ല, അതിനൊരുപാട് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ ഓർ സ്കൂൾ ഗോയിങ് ഷീ ഈസ് ടു. ഇത് 2 സെൻറ്റൻസിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്ന് തന്നെയാണെങ്കിലും രണ്ടാമത്തെ സെൻറ്റൻസ് അതിൻ്റെ റൂൾസ് തെറ്റിക്കുന്നുണ്ട്, ഗ്രാമാറ്റിക്കൽ റൂൾസ്. ഇത് തെളിവ് നൽകുന്നത് എന്താണ്? ലാംഗ്വേജ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലൂടെയാണ്. ലാംഗ്വേജിൻ്റെ ഈ സിസ്റ്റമാറ്റിക് നേച്ചർ നാം പഠിക്കുന്നത് പ്രധാനമായും ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് ഇവയിലൂടെയാണ്. ഫോർത്ത് പോയിന്റ്, ഡ്യുവാലിറ്റി ഓഫ് സ്ട്രക്ചർ. മനുഷ്യരുടെ ഭാഷയ്ക്ക് 2 ലെവൽസ് ഓഫ് സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നാമത് ലെവൽ ഓഫ് സൗണ്ട്സ് ആണ്, അതായത് ഫോണീംസ്, മീനിങ്ലെസ് യൂണിറ്റ്സ് ആണ്. ഫോണീംസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേത് ലെവൽ ഓഫ് മീനിങ് ആണ്, അഥവാ മോർഫീംസ്, വേർഡ്സ് എന്നും പറയാം. ഈ വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്, എ, ട്. ഇവ വ്യക്തിഗതമായിട്ട് നോക്കുമ്പോൾ അതിനൊരു അർത്ഥവും ഈ സൗണ്ടുകൾക്ക് ഇല്ല. പക്ഷേ ഈ ബ്, എ, ടി എന്ന് പറയുന്ന ഈ 3 സൗണ്ട്സ് ഒരുമിച്ച് ചേർക്കുമ്പോൾ
ഇറ്റ് ബിക്കംസ് മീനിങ്ഫുൾ. അതിനൊരു അർത്ഥമുണ്ട്. ഈ ഒരു ഡബിൾ ലെയർ സ്ട്രക്ചറിനെയാണ് ഡ്യുവാലിറ്റി ഓഫ് പാറ്റേണിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആനിമൽസിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഈ ഫീച്ചർ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 5th പോയിന്റ്, പ്രൊഡക്ടിവിറ്റി ഓർ ക്രിയേറ്റിവിറ്റി. മനുഷ്യരുടെ ലാംഗ്വേജ് പ്രൊഡക്റ്റീവാണ്. എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ക്രിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ന്യൂ സെൻറ്റൻസസ്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വാക്കുകളും സെൻറ്റൻസുകളും ഉണ്ടാക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺറൈസ് ഐ ഹാവ് എവർ സീൻ. നമുക്ക് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ മുമ്പിൽ കേട്ടിട്ടില്ലെങ്കിൽ പോലും മറ്റൊരാൾ ഈ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ലാംഗ്വേജിൻ്റെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഭാഷാ പണ്ഡിതനായ നോം ചോംസ്കിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു എബിലിറ്റി ഉണ്ട്. എന്താണത്? ലിമിറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ജന്മനാ മനുഷ്യർക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 6th പോയിന്റ്, ഡിസ്പ്ലേസ്മെന്റ്. ഈ പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഭാഷ കൊണ്ട് നമുക്ക് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ, ഇമാജിനറി ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലെ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു ഫീച്ചർ നമ്മെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ വിൽ വിസിറ്റ് ഡൽഹി നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം ഡൽഹിയിൽ പോകും. ഡൈനോസേഴ്സ് lived millions of years ago. മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഡൈനോസേഴ്സ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ മൃഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. ഈ ഒരു വ്യത്യാസം, ഈ ഒരു കഴിവാണ് മനുഷ്യരുടെ ലാംഗ്വേജിനെ കൂടുതൽ പവർഫുൾ ആക്കുന്നത്. മനുഷ്യർക്ക് പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ മൃഗങ്ങൾക്ക് അതിനുള്ള അങ്ങനെ ഒരു ഫീച്ചർ അവരുടെ ലാംഗ്വേജിനില്ല. അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 7th പോയിന്റ്, കൾച്ചറൽ ട്രാൻസ്മിഷൻ. ലാംഗ്വേജ് ഒരിക്കലും ബയോളജിക്കലി വളരെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല, ഒരു സിസ്റ്റമല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് സോഷ്യലി നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ഒരു കുട്ടി ഇന്ത്യയിൽ ജനിക്കുന്നു, പക്ഷെ വളർന്നത് അമേരിക്കയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ഏത് ലാംഗ്വേജാണ് സംസാരിക്കുക? ഇംഗ്ലീഷ് ലാംഗ്വേജാണ് സംസാരിക്കുക. അത് സോഷ്യലി ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു എബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ട്രാൻസ്മിറ്റഡ് ആണ് കൾച്ചറിലൂടെയും സൊസൈറ്റിയിലൂടെയും എന്ന് നമുക്ക് പറയാൻ കഴിയും. 8ാമത്തെ പോയിന്റ്, ഇൻ്റർചേഞ്ചബിലിറ്റിയാണ്. മനുഷ്യരുടെ ഭാഷയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ ഭാഷ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നയാൾക്ക് ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു സന്ദേശത്തെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരാളുടെ സംസാരം മനസ്സിലാക്കാനും കഴിയും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2-way കമ്മ്യൂണിക്കേഷനെയാണ് ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്നത്. 9ാമത്തെ പോയിന്റ്, സ്പെഷ്യലൈസേഷൻ. ഭാഷ പ്രധാനമായും എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് അല്ലേ? വേർഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ഷൻസ് അല്ല, പകരം സിംബോളിക് ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫയർ പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു ഡേഞ്ചറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ മാത്രമാണ് ഫയർ എന്ന വേർഡ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 10th പോയിന്റ്, ലാംഗ്വേജ് ഈസ് ഡൈനാമിക്. അതിനൊരു ചേഞ്ചിങ് നേച്ചറുണ്ട്. അത് സ്റ്റാറ്റിക് അല്ല, ഇറ്റ് ചേഞ്ചസ് ഓവർ ടൈം. കാലത്തിനനുസരിച്ച് അതിന് മാറ്റം വരാം. ഓൾഡ് ഇംഗ്ലീഷിലും മിഡിൽ ഇംഗ്ലീഷിലും മോഡേൺ ഇംഗ്ലീഷിലും പല വാക്കുകളിലും അർത്ഥം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. വേർഡ്സിൻ്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. ഗേ എന്ന വാക്കിന് പണ്ട് ഹാപ്പി, ചിയർഫുൾ എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു ഓൾഡ് ഇംഗ്ലീഷിൽ. എന്നാൽ ഇപ്പോൾ അതിന് വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. സാമൂഹികമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ലാംഗ്വേജിൻ്റെ ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കിതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ യൂണിക് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫിനോമിനനാണ്.
ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആർബിട്രറിനെസ്, പ്രൊഡക്ടിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡ്യുവാലിറ്റി ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തന്നെ ആനിമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഹ്യൂമൻ ലാംഗ്വേജിനെ വേർതിരിക്കുന്നതാണ്. ലാംഗ്വേജിൻ്റെ ഈ സവിശേഷതകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് ഒരുപാട് സംഭാവന ചെയ്ത നമ്മുടെ ലിംഗ്വിസ്റ്റിക്സാണ് നോം ചോംസ്കി, ഹോക്കറ്റ്, ഫെർഡിനാൻഡ് സാഷർ തുടങ്ങിയവർ. ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ലാംഗ്വേജിനെ മാത്രം മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്, ഹ്യൂമൻ കൊഗ്നീഷനെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും മനസ്സിലാക്കാനും ഈ ഫീച്ചേഴ്സ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ടൂൾ മാത്രമല്ല, പകരം എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം.